സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 2 എന്നീ പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കാണ് ഫങ്ഷൻ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ. ഈ ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ഉണ്ട്. ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ്, ചില ഏർലിയർ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ്. അതിൽ റാഡ്ക്ലിഫ് ബ്രൗൺ വരുന്നുണ്ട്, ടാൽകോട്ട് പാർസൺസ് വരുന്നുണ്ട്, ലെവി സ്ട്രോസ് വരുന്നുണ്ട്. ഇവർ 3 പേരും ഏർലിയസ്റ്റ് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആണ് എന്നതിൻ്റെ കൂടെ തന്നെ സ്ട്രക്ചറലിസത്തെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യോളജിയിലെ സ്ട്രക്ചർ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തവരാണ്. ഇവർ 3 പേരും എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, ഒരു സൊസൈറ്റിയിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്സിനെ സ്ട്രക്ചറുകൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ സ്ട്രക്ചറിന്റെ റോൾ എന്താണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചാണ്. യൂണിറ്റിന്റെ പേര് റാഡ്ക്ലിഫ് ബ്രൗൺ സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഈ യൂണിറ്റിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ റാഡ്ക്ലിഫ് ബ്രൗൺ ആരാണ്, ലൈക്ക് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ബയോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് യൂണിറ്റിന്റെ അകത്ത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹം എന്തിൽ നിന്നെല്ലാമാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫീൽഡ് വർക്ക് ട്രഡീഷൻ വരുന്നുണ്ട്. അദ്ദേഹം ഫീൽഡ് സ്റ്റഡീസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്രോണിസ്ലോ മലിനോസ്കി ഒക്കെ കൊണ്ടുവന്ന എത്നോഗ്രാഫിക് സ്റ്റഡീസ് എന്നും ഫീൽഡ് സ്റ്റഡീസ് എന്നും എല്ലാം അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എമൈൽ ഡർഖെയ്മൻ ട്രഡീഷനിൽ നിന്ന് പുള്ളി പറഞ്ഞ ഓർഗാനിക് സോളിഡാരിറ്റി, സയൻസിനെ നോക്കിക്കാണുന്ന രീതി, അതിൽ നിന്നെല്ലാം ഇദ്ദേഹം റാഡ്ക്ലിഫ് ബ്രൗൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്നൊക്കെ അദ്ദേഹം ഡിഫൈൻ ചെയ്തു. പിന്നെ സ്ട്രക്ചറൽ കണ്ടിന്യൂറ്റി ആൻഡ് സ്ട്രക്ചറൽ ഫോം എന്താണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ റാഡ്ക്ലിഫ് ബ്രൗൺ ഒരുപാട് ഫീൽഡ് വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ആൻഡമാൻ ഐലൻഡ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫീൽഡ് സ്റ്റഡി. പിന്നെ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ആൻഡമാനിലും ആഫ്രിക്കയിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ട്രൈബ്സിന്റെ ഇടയിലെ സ്റ്റഡീസിന്റെ ബേസിലൂടെ അദ്ദേഹം എന്താണ് ഒരു ട്രൈബ്, എന്താണ് മൊയ്റ്റി, എന്താണ് ടോട്ടമിക് ഗ്രൂപ്പ് എന്നൊക്കെയും ഡിഫൈൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ വരുന്ന ഒരു യൂണിറ്റ് ആണിത്. ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, എങ്ങനെയാണ് റാഡ്ക്ലിഫ് ബ്രൗൺ എന്നൊരു സോഷ്യോളജിസ്റ്റ് ഉണ്ടായത്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാണ് അദ്ദേഹത്തെ ഷെയ്പ്പ് ചെയ്തത്. പിന്നെ അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചറിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്താണ്. ഇപ്പോൾ ലെവി സ്ട്രോസും അതേപോലെ തന്നെ ടാൽകോട്ട് പാർസൺസും മറ്റ് സ്ട്രക്ചറലിസ്റ്റുകളെല്ലാം സോഷ്യൽ സ്ട്രക്ചറിനുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ റാഡ്ക്ലിഫ് ബ്രൗൺ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയയിലെ ട്രൈബ്സിന്റെ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി നമുക്ക് ലെസണിലേക്ക് കിടക്കാം. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗൺ സ്റ്റഡീസ് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇദ്ദേഹമൊക്കെ വരുന്നതിന് മുമ്പ്, മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു സയൻസിന് അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിന് 2 പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അമേരിക്കൻ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ അമേരിക്കൻ ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റുകൾ ഫോളോ ചെയ്തിരുന്നതാണ്. സോഷ്യോളജിസ്റ്റ് അല്ല, ആന്ത്രോപോളജിസ്റ്റുകൾ ഇവർ ഫോളോ ചെയ്തിരുന്നതാണ്. അത് ഒരു ഫാക്ട് ഫൈൻഡിങ് എംപിരിക്കൽ എത്നോഗ്രാഫിക് ട്രഡീഷൻ ആണ്. ഇതാണ് ബ്രിട്ടീഷ് അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റുകൾ ഫോളോ ചെയ്തിരുന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഹോളിസ്റ്റിക് അനലിറ്റിക് ട്രഡീഷൻ ആണ്. ഇത് പല ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റുകൾ ഫോളോ ചെയ്തിരുന്നതാണ്. ഇത് എമൈൽ ഡർഖെയ്മൻ ഇൻഫ്ലുവൻസ്ഡ് ആയതാണെന്നൊക്കെയും പറയുന്നുണ്ട്. സോ ഈ 2 സംഭവങ്ങളും, ഈ 2 പെർസ്പെക്റ്റീവ്സും ചേർന്നാണ് അന്നത്തെ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി നിലവിൽ വന്നത്. ഈ 2 പെർസ്പെക്റ്റീവ്സും എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തേത് ഫാക്ട് ഫൈൻഡിങ് എംപിരിക്കൽ എത്നോഗ്രാഫിക് ട്രഡീഷൻ. എത്നോഗ്രാഫി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ചെന്ന് ആ റീജിയനെ കുറിച്ച്, അവിടുത്തെ കൾച്ചർ എന്താണ് എന്ന് അവരുടെ പെർസ്പെക്റ്റീവിൽ, അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു പഠനം നടത്തുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് എത്നോഗ്രാഫിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഓവറോൾ ഔട്ട്ലുക്കിനെ കുറിച്ചുള്ള പഠനം. നമ്മൾ ജസ്റ്റ് ഒരു സംഭവത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടിനെ കുറിച്ചും പഠിക്കുക, എന്നിട്ട് അതിനെ മൊത്തത്തിൽ മനസ്സിലാക്കുക. അങ്ങനെയല്ലാതെ ആസ് എ ഹോളിസ്റ്റിക്കലി മനസ്സിലാക്കുന്ന അപ്രോച്ചാണ് രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്. ഈ 2 പെർസ്പെക്റ്റീവും ചേർന്നാണ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി ഡെവലപ്പ് ആയത്. ഇനി ആ സമയത്ത് ഒരു 20th സെഞ്ചുറി സമയമൊക്കെ ആയപ്പോഴേക്കും എത്നോഗ്രാഫിക് സ്റ്റഡീസ് ഒരുപാട് കൂടി വന്നു. അതായത് ഒരു റീജിയനിൽ പോയി ആ റീജിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ മെയിൻലി പല പ്രിമിറ്റീവ് സൊസൈറ്റീസിലും പോയിട്ടുള്ള പഠനങ്ങൾ ഒരുപാട് കൂടി വന്നു. ബ്രിട്ടനിൽ അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പുതിയൊരു ഡിസിപ്ലിൻ ഉണ്ടായത്. ആ ഡിസിപ്ലിനാണ് സോഷ്യൽ ആന്ത്രോപോളജി. സോ ഇവിടെ നമുക്ക് 2 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ കാണാൻ കഴിയും. സോഷ്യോളജിയും ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ടെന്ന് പറയാം. നമ്മൾ മറ്റ് പല പേപ്പേഴ്സിലും, ഇപ്പോൾ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നുള്ള പേപ്പറിൽ അല്ലാതെ തന്നെ നമ്മളിപ്പോൾ അർബൻ സോഷ്യോളജിയിലും മറ്റ് പല പേപ്പറുകളിലും സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് പറയാനുണ്ട്. പല സോഷ്യോളജിസ്റ്റുകളും ആരാണ്, ആന്ത്രോപോളജിസ്റ്റുകൾ കൂടിയാണ്. സോ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് സോഷ്യൽ ആന്ത്രോപോളജി എന്നൊരു പുതിയ ഡിസിപ്ലിൻ അന്ന് ഉണ്ടായി.
അതിന് രൂപം കൊണ്ടു. അതേപോലെ തന്നെ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. ഇനി നോൺ വെസ്റ്റേൺ സൊസൈറ്റീസിൽ, അതായത് വെസ്റ്റേൺ കൺട്രീസ് അല്ലാത്ത, വെസ്റ്റേൺ റീജിയൻസിൽ അല്ലാത്ത പലയിടങ്ങളിലും പല സ്റ്റഡികളും നടത്തി. ഈ സ്റ്റഡീസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു വാദം കൂടി ആ സമയത്ത് നിലവിൽ വന്നു. ഇതിടെ എല്ലാം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു പേരാണ് ബ്രോണിസ്ലോ മലിനോവ്സ്കി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു പോളിഷ് ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റും എത്നോളജിസ്റ്റുമാണ്. അതേപോലെ തന്നെ ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. സോഷ്യൽ ആന്ത്രോപോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ബ്രോണിസ്ലോ മലിനോവ്സ്കിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇദ്ദേഹം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഫീൽഡ് സ്റ്റഡീസിനാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് എത്നോഗ്രാഫിക് സ്റ്റഡി, ഒരു റീജിയണിൽ ചെന്ന് അവിടുത്തെ ആളുകളുടെ കൂടെ താമസിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ വെച്ചിട്ട് പല സ്റ്റഡീസും നടത്തുക എന്നൊരു ഐഡിയ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഒരു 1920, 1930 സമയമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര ഫേമസ് ആയി. ഒരുപാട് പേര് എത്നോഗ്രാഫിയിലേക്ക് തിരിയുകയും ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് എത്നോഗ്രാഫിക് വർക്കുകൾ നടത്തുകയും ചെയ്തു. ഇദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സ്റ്റഡീസ് നടത്തുന്നത് നമ്മൾ മൊത്തം മാനവരാശിയുടെ, മൊത്തം ഹ്യൂമൻ കൈൻഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയൊന്നല്ല, മറിച്ച് ആ ഒരു പെർട്ടിക്കുലർ റീജിയണിന് വേണ്ടി, ആ ഒരു വിഭാഗത്തിന്, ഇപ്പൊ ഏത് കൾച്ചറിനെ കുറിച്ചാണോ സ്റ്റഡി നടത്തുന്നത് ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളുടെ വെൽഫെയറിനും ഡെവലപ്മെന്റിനും വേണ്ടി ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പിന്നെ നമ്മൾ ചെറിയൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ബ്രോണിസ്ലോ മലിനോവ്സ്കിയാണ് ഈ സ്റ്റഡിയൊക്കെ തുടങ്ങി വെച്ചത്. ഇദ്ദേഹത്തിന് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ സ്റ്റഡീനെ ഒരുപാട് പേര് ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി നടത്തിയിട്ടുള്ള ഫീൽഡ് സ്റ്റഡീസ് എല്ലാം പലതും ഫേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ പറയുന്ന അത്ര ഒതന്റിസിറ്റി ഒന്നും അതിനില്ല എന്ന് പറഞ്ഞ പല വാദങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയുന്ന കാര്യം എന്താണ്, ഇദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ച്, ഇദ്ദേഹത്തിന്റെ എത്നോഗ്രാഫിക് അപ്രോച്ചിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇദ്ദേഹം എവല്യൂഷനിസത്തിനും ഡിഫ്യൂഷനിസത്തിനും എതിരായിരുന്നു. എവല്യൂഷനിസ്റ്റുകളെയും ഡിഫ്യൂഷനിസ്റ്റുകളെയും ഇദ്ദേഹം തള്ളിപ്പറഞ്ഞു. പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്ത്രോപോളജി വെച്ചുകൊണ്ട് നമുക്ക് ഹ്യൂമൻ സൊസൈറ്റികളെ പഠിക്കാൻ കഴിയും. ഹ്യൂമൻ സൊസൈറ്റീസിന്റെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ സൊസൈറ്റീസിന്റെ ഗ്രോത്ത്, എങ്ങനെയാണ് ഈ ഹ്യൂമൻ സൊസൈറ്റി നിലനിൽക്കുന്നത് മുതലായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ആന്ത്രോപോളജി മതി എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ എവല്യൂഷനിസത്തിനും ഡിഫ്യൂഷനിസത്തിനും ഇദ്ദേഹം എതിരാണെന്ന് പറഞ്ഞു. എന്താണ് എവല്യൂഷനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവല്യൂഷൻ ആ വാക്യം തന്നെയുണ്ട്. എന്താണ്? പരിണാമം. ഒരു സൊസൈറ്റി കാലക്രമേണ അല്ലെങ്കിൽ കാലാനുസൃതമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, എങ്ങനെയാണ് അവരുടെ കൾച്ചർ ഷേപ്പ് ആവുന്നത് എന്നുള്ള പഠനമാണ് എവല്യൂഷനിസം എന്ന് പറയുന്നത്. ഡിഫ്യൂഷനിസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്തെ കൾച്ചർ വേറെ സ്ഥലത്തെ കൾച്ചറിലോട്ട് ചെന്ന് ഡിഫ്യൂസ് ആയി അങ്ങനെ ഒരു പുതിയ കൾച്ചർ ഉണ്ടാകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിഫ്യൂഷനിസത്തിൽ പറയുന്നത്. ഇദ്ദേഹം മലിനോവ്സ്കി എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ എവല്യൂഷൻ ഡിഫ്യൂഷൻ കാര്യങ്ങളൊന്നും നോക്കണ്ട, ആന്ത്രോപോളജി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിയെ കുറിച്ച് പഠനങ്ങൾ നടത്താൻ പറ്റും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഫോളോ ചെയ്യുകയും ഇതിന്റെ ഒരു പുതിയ ട്രാൻസ്ഫോംഡ് വേർഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ പുതിയ പല രൂപങ്ങളെയും പിന്നീട് എന്തായിട്ട് അറിയപ്പെട്ടു? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റ വെച്ച് സ്റ്റഡീസ് നടത്തുന്ന സംഭവങ്ങളെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചാണ്. റാഡ്ക്ലിഫ് ബ്രൗൺ ഈ സംഭവത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. എന്ത്? ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫീൽഡ് വർക്ക് സംഭവത്തിൽ നിന്ന്. ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ജോയിൻ ചെയ്തത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഇംഗ്ലണ്ടിലെ. ഇപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഒരു ബയോഡാറ്റ യൂണിറ്റിൽ പറയുന്നുണ്ട്, അത് വായിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മളിവിടെ പറയുന്നത് എന്താണ്? റാഡ്ക്ലിഫ് ബ്രൗൺ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് സ്റ്റഡീസിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒരു സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറയാം. അതായത് ഒരുപാട് ക്രിയേറ്റീവായ അല്ലെങ്കിൽ ഒരുപാട് ഇന്റലക്ച്വൽ ആയ ഒരു ഫേസിൽ കൂടെയാണ് യൂണിവേഴ്സിറ്റി കടന്നു പോയിരുന്നത്. സ്റ്റുഡൻസ് തമ്മിലും ടീച്ചേഴ്സ് തമ്മിലും റിസർച്ചേഴ്സ് തമ്മിലും എല്ലാം വളരെ ഹെൽത്തി ആയ ഒരു ഡിസ്കഷൻ, എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് തിയറികൾ ഡെവലപ്പ് ചെയ്തിരുന്നു, ഒരുപാട് കോൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്തിരുന്നു, അങ്ങനെ പോയിരുന്നു. ഇദ്ദേഹം WHR റിവേഴ്സ് എന്ന് പറയുന്ന ഫേമസ് ആന്ത്രോപോളജിസ്റ്റിന്റെ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇദ്ദേഹം ആന്ത്രോപോളജി പഠിക്കാൻ പോയത്. WHR റിവേഴ്സിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ആര്? റാഡ്ക്ലിഫ് ബ്രൗൺ. ഈ WHR റിവേഴ്സും ഹാഡഡും ചേർന്ന് ഫീൽഡ് വർക്കുകൾ നടത്തുകയും അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് റാഡ്ക്ലിഫ് ബ്രൗണും ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങി. ഇദ്ദേഹം ആദ്യമായിട്ട് ഫീൽഡ് സ്റ്റഡീസ് നടത്തിയത് എവിടെയായിരുന്നു? ആൻഡമാൻ ഐലൻഡ്സിലായിരുന്നു. ഈ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഈ ഒരു എംപിറിസിസ്റ്റിക് ട്രഡീഷനിലോട്ട്, അതായത് ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ആ ഒരു സയന്റിഫിക് രീതിയിലോട്ട് റാഡ്ക്ലിഫ് ബ്രൗണും അങ്ങ് ഭാഗമായിട്ട് മാറി. ഇത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു തുടക്കകാലമാണ്. അതായത് പുള്ളി ആന്ത്രോപോളജി ഒക്കെ പഠിച്ച് തുടങ്ങിയ സമയത്താണ് ഇദ്ദേഹം ഫീൽഡ് സ്റ്റഡീസിന്റെ ഭാഗമായത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കരിയർ തീരുന്ന കാലം വരെയും ഫീൽഡ് സ്റ്റഡീസ് പലതും ഫോളോ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. സോ
റാഡ്ക്ലിഫ് ബ്രൗണിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആദ്യത്തെ ഒരു സംഭവമാണ് ഫീൽഡ് സ്റ്റഡീസ്. അതിലൂടെ വഴി നയിച്ചത് എന്താണ്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനവും WH സർവേഴ്സിന്റെയും ഹാഡന്റെയും കൂടെയുള്ള സ്റ്റഡീസുമാണ്. പിന്നെ റാഡ്ക്ലിഫ് ബ്രൗണിനെ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എമൈൽ ഡർഖീമിന്റെ സ്റ്റഡീസ്. എമൈൽ ഡർഖീം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു ബുക്കാണ് ദി എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, 1912 പബ്ലിഷ് ചെയ്തതാണ്. ഈ ബുക്ക് ഒരുപാട് ആന്ത്രോപോളജിസ്റ്റുകളെയും ഒരുപാട് സോഷ്യോളജിസ്റ്റുകളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വാഭാവികമായും റാഡ്ക്ലിഫ് ബ്രൗണും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഡർഖീം പറഞ്ഞൊരു മെയിൻ പോയിന്റ് ആണ്, അദ്ദേഹം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസം വളരെ കൂടുതലാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്താണ്? നാളെ ഒരു സമൂഹം ഉണ്ടാവും. ആ സമൂഹത്തിൽ ജനങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവും. അത് എന്ത് ഐക്യമായിരിക്കും? ഓർഗാനിക് സോളിഡാരിറ്റി ആയിരിക്കും എന്നാണ്. ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള ഐക്യം അവരെ നിർബന്ധിച്ചോ അവരോട് സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ചോ ചെയ്യുന്നതല്ല. അവർ നാച്ചുറലി, സ്വാഭാവികമായിട്ട് ആളുകൾ തമ്മിൽ സംസാരിക്കുകയും ഇടപഴകുകയും അങ്ങനെ ഒരു ഐക്യം സമൂഹത്തിൽ രൂപപ്പെടുകയും ചെയ്യും. നമ്മൾ മെക്കാനിക് സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും ഒക്കെ ഡർഖീമിന്റെ മുമ്പ് ബേസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ആ ഒരു ഓർഗാനിക് സോളിഡാരിറ്റിയെ കുറിച്ചാണ് ഡർഖീം പറഞ്ഞു വെച്ചത്. ഇത് റാഡ്ക്ലിഫ് ബ്രൗണിനെ ഒരുപാട് ആകർഷിച്ചു. പിന്നെ അദ്ദേഹം സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ച് സംസാരിച്ചു, കളക്റ്റീവ് കോൺസയൻസിനെ കുറിച്ച് സംസാരിച്ചു, സോഷ്യോളജിയെ മറ്റേതൊരു നാച്ചുറൽ സയൻസും പോലെ തന്നെ ആക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് നമുക്കറിയാം, ഒരു സാധാരണ നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയും സയന്റിഫിക് ആണ്, അത് യൂണിവേഴ്സൽ ആണ്, അതിൽ മറ്റ് ഒരുപാട് സയൻസിലുള്ള റിഗറസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്, അത് ഒബ്ജക്റ്റീവ് ആണെന്നൊക്കെ പറയും. പക്ഷേ സോഷ്യോളജിയും ആന്ത്രോപോളജിയൊക്കെ എന്താണ്? ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ പലപ്പോഴും നമ്മൾ എന്താണ് ഒരു സയൻസ് ആയിട്ട് പെടുത്താറ് പോലുമില്ല. സോ അങ്ങനെയല്ല വേണ്ടത്. ഒരു നാച്ചുറൽ സയൻസിലുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യോളജിക്കും ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരണമെന്നാണ് ഡർഖീം അഭിപ്രായപ്പെട്ടത്. ഇതും റാഡ്ക്ലിഫ് ബ്രൗണിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡർഖീമിന്റെ ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് റാഡ്ക്ലിഫ് ബ്രൗണിനെ ഒരു സോഷ്യോളജിസ്റ്റ് ആക്കി മാറ്റിയെന്നാണ് പറയുന്നത്. അത്രയും കാലം ബ്രൗൺ ആരായിരുന്നു? ഒരു എത്നോഗ്രാഫർ ആയിരുന്നു. ഒരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കി എത്നോഗ്രാഫിക് ഡാറ്റ കളക്ട് ചെയ്ത്, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ കളക്ട് ചെയ്ത് എത്നോഗ്രാഫിക് സ്റ്റഡീസ് നടത്തിയിരുന്ന ഒരു എത്നോഗ്രാഫർ മാത്രമായിരുന്ന റാഡ്ക്ലിഫ് ബ്രൗണിനെ ഡർഖീമിന്റെ സ്റ്റഡീസും എന്താക്കി മാറ്റി? ഒരു സോഷ്യോളജിസ്റ്റ് ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഹി മേഡ് അറ്റംപ്റ്റ്സ്, ഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഡ്ക്ലിഫ് ബ്രൗൺ മേഡ് അറ്റംപ്റ്റ്സ് ടു അനലൈസ് എത്നോഗ്രാഫിക് ഇൻഫോർമേഷൻ യൂസിങ് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് തിയററ്റിക്കൽ ലൈൻസ്. റാഡ്ക്ലിഫ് ബ്രൗണ് പല സൊസൈറ്റികളിലും ചെന്ന് എത്നോഗ്രാഫിക് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റകളെ സോഷ്യോളജിയിലുള്ള തിയറികളും കോൺസെപ്റ്റ്സും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും, അനലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇനി നോക്കാൻ പോകുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഭാഷയിൽ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ. നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞു റാഡ്ക്ലിഫ് ബ്രൗൺ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് എന്ന്. ഇവിടെ എന്താണ് റാഡ്ക്ലിഫ് ബ്രൗൺ ആദ്യം പറഞ്ഞ കാര്യം? സയൻസ് എന്ന് പറയുന്നത് എന്താണ്? സയൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബോഡി ഓഫ് കോഹറന്റ് കോൺസെപ്റ്റ്സ് വിച്ച് ഷുഡ് ബി യൂസ്ഡ് ഇൻ സെയിം സെൻസ് ബൈ ആൾ സ്റ്റുഡൻസ്. സയൻസിലുള്ളത് കോഹറന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. കോഹറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ ആയിട്ടുള്ള, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കുന്ന കോൺസെപ്റ്റ്സ് ആണ് സയൻസിലുള്ളത്. അങ്ങനെ ഒരു സയൻസ് ആയിട്ട് ആന്ത്രോപോളജി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം നിലവിൽ ആന്ത്രോപോളജിയിൽ അത് പോസിബിൾ ആയിരുന്നില്ല. കാര്യം ആന്ത്രോപോളജിയിലെ ചില ടേംസ് ചില ആളുകൾ, അല്ലെങ്കിൽ ഓരോ ടേമിനെയും ഓരോ ആളും പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു യൂണിവേഴ്സൽ ഒബ്ജക്റ്റീവ് സംഭവം ആന്ത്രോപോളജിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മൾ എംപിരിക്കൽ റിയാലിറ്റിയെ മനസ്സിലാക്കുമ്പോൾ ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആന്ത്രോപോളജിസ്റ്റ് സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത്, സയന്റിഫിക്കലി മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം. ജസ്റ്റ് റാൻഡം ഐഡിയാസോ അല്ലെങ്കിൽ വേഗ അസംഷൻസോ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞല്ല, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനി അദ്ദേഹം പറയുന്നത് സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ്. ഈ സോഷ്യൽ ലൈഫിന്റെ അനാലിസിസിലൂടെയാണ് അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, റാഡ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞത്, സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് സോഷ്യൽ ലൈഫിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിപ്പോൾ ഇന്ത്യയിലെ സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലെ സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, എവിടുത്തെ ആയിക്കോട്ടെ, സോഷ്യൽ ലൈഫ് പഠിക്കണമെങ്കിൽ സോഷ്യൽ ലൈഫിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഫീച്ചേഴ്സ് ഓരോ കാലം കഴിയുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതൊരിക്കലും പെർമനന്റ് ആയിട്ട് നിൽക്കില്ല. ഇപ്പോൾ 10 കൊല്ലം മുമ്പുള്ള ഒരു സൊസൈറ്റിയുടെ ജീവിതമായിരിക്കില്ല 10 കൊല്ലത്തിന് ശേഷം വരാൻ പോകുന്നത്. മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സോ ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഫീച്ചേഴ്സിൽ വരുന്ന ചേഞ്ചസിനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ്, നമ്മളിപ്പോൾ ഇവിടെ സോഷ്യോളജിന്നും ആന്ത്രോപോളജിന്നും സൈമൾട്ടേനിയസ്ലി പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ആന്ത്രോപോളജി എന്നതിന് സ്പെസിഫിക് ആയിട്ട് പറയാം. ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, സൊസൈറ്റിയെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം?
ആ സൊസൈറ്റിയുടെ സോഷ്യൽ ലൈഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ സോഷ്യൽ ലൈഫിന്റെ ഫീച്ചേഴ്സിനെ ഓരോ കാലത്തും എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് സോഷ്യൽ ലൈഫ് ഇങ്ങനെയായിരുന്നു, സോ സോഷ്യൽ ഫീച്ചേഴ്സ് ഇങ്ങനെയായിരിക്കും. ഈ ഒരു സമയത്ത് സോഷ്യൽ ലൈഫ് ഇങ്ങനെയാണ്, സോ അതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയായിരിക്കണം. അങ്ങനെ ഓരോ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയണം. അങ്ങനെയാണ് റിയാലിറ്റി എന്ന് തിരിച്ചറിയേണ്ടതെന്നാണ് അഭിപ്രായപ്പെട്ടത്, ബ്രൗൺ അഭിപ്രായപ്പെട്ടത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ രണ്ട് സംഭവമാണ് ഡയക്രോണിക് ഡിസ്ക്രിപ്ഷനും സിങ്കോണിക് ഡിസ്ക്രിപ്ഷനും. ഡയക്രോണിക് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഓരോ കാലം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഡയക്രോണിക് എന്ന് പറയുന്നത്. സിങ്ക്രോണിക് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മാത്രമേ വരുന്നത് സിങ്ക്രോണിക് എന്ന് പറയുന്നത്. സോ പുള്ളി അഭിപ്രായപ്പെട്ടത് ഇത്രയേ ഉള്ളൂ, ഈ രണ്ട് കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പല കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യണം. ഈ കോൺസെപ്റ്റ്സിലൂടെ നമുക്ക് സൊസൈറ്റിയെ മനസ്സിലാക്കണം. അതായത് ഒരു കാലഘട്ടത്തിലുള്ള സൊസൈറ്റിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഓരോ കാലം കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും ശ്രദ്ധിക്കണം. ഈ മാറ്റങ്ങളിലൂടെ നമ്മൾ കെയർഫുൾ ആയിട്ട് പല കോൺസെപ്റ്റുകളും തിയറീസും ഡെവലപ്പ് ചെയ്യണം, ഫ്രെയിം ചെയ്യണം എന്ന് ഇദ്ദേഹം പറഞ്ഞു. പിന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെ സൊസൈറ്റിയെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനും സൊസൈറ്റി ആസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് മനസ്സിലാക്കാനും സാധിക്കും. ഒരു സൊസൈറ്റി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്നതിനെ കുറിച്ചാണ്. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. സോ റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്ന സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് സ്ട്രക്ചർ എന്നൊരു വാക്കിന്റെ ഒരു ഡിക്ഷണറി മീനിങ് എന്താണെന്ന് ആദ്യം നോക്കാം. സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അറേഞ്ച്മെന്റ് ഓഫ് പാർട്സ് അല്ലെങ്കിൽ കോമ്പോണൻസ് റിലേറ്റഡ് ടു വൺ അനദർ ഇൻ സം സോർട്ട് ഓഫ് ലാർജർ യൂണിറ്റി. ഉദാഹരണത്തിന് നമുക്ക് ഹ്യൂമൻ ബോഡിയുടെ കാര്യം എടുക്കാം. ഹ്യൂമൻ ബോഡിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഹ്യൂമൻ ബോഡി ഫോം ചെയ്തിട്ടുള്ളത് ഒരുപാട് സിസ്റ്റംസ് ചേർന്നിട്ടാണ്. നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റംസിലെല്ലാം ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസ് എല്ലാം ഫോം ചെയ്തിട്ടുള്ളത് ടിഷ്യൂസ് വെച്ചാണ്. ഈ ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുള്ള സെൽസ് വെച്ചാണ്. സോ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി ഒരു സ്ട്രക്ചർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റ് എല്ലാം ചേർന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഡിക്ഷണറി മീനിങ്ങിൽ പറയാം. അല്ലെങ്കിൽ നമുക്കൊരു ബിൽഡിങ്ങിന്റെ കാര്യം എടുക്കാം. ഒരു വലിയൊരു ബിൽഡിങ്ങിനെ നമ്മൾ ഒരു സ്ട്രക്ചർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് പാർട്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ചേർന്നാണ് ബിൽഡിങ്ങിന്റെ ഒരു എൻ്റർ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ഇൻ സോഷ്യൽ സ്ട്രക്ചർ, നമ്മൾ സോഷ്യൽ സ്ട്രക്ചറിന്റെ കാര്യം പറയുമ്പോൾ ദി ബേസിക് എലമെന്റ്സ് ആർ ഹ്യൂമൻ ബീയിങ്സ് ഓർ പേഴ്സൺസ് ഇൻവോൾവ്. നമ്മൾ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരാണ്, അവിടുത്തെ മനുഷ്യരാണ്. അവിടെ ഉണ്ടാവുന്ന ഹ്യൂമൻ ബീയിങ്സ് ആണ്, മനുഷ്യരാണ്. ഇനി റാഡ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി പാറ്റേൺഡ് സോഷ്യൽ റിലേഷൻസ് ദാറ്റ് ബൈൻഡ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ടുഗദർ ത്രൂ അക്സെപ്റ്റഡ് റൂൾസ് ആൻഡ് നോംസ്. ഒരു സൊസൈറ്റിയിൽ ചില പ്രത്യേകതരം റൂൾസും നോംസും എല്ലാം ഉണ്ടായിരിക്കും, നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരിക്കും. ഈ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അതിലൂടെ തന്നെ അവർ ചില പ്രത്യേക തരത്തിലുള്ള സോഷ്യൽ റിലേഷൻസിൽ ഏർപ്പെടുന്നു. തോന്നിയ പോലുള്ള റിലേഷൻ എന്നല്ല, പാറ്റേൺഡ് ആയ ഒരു സോഷ്യൽ റിലേഷനിലേക്ക് ആളുകൾ ഏർപ്പെടുന്നു. ഇതാണ് സോഷ്യൽ സ്ട്രക്ചർ. ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭാഗമായിട്ട് ആളുകൾ ചില പ്രത്യേക തരം റിലേഷൻഷിപ്സിൽ ഏർപ്പെടുന്ന സംഭവമാണ് എന്ത്, സോഷ്യൽ സ്ട്രക്ചർ എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇനി പുള്ളി പറഞ്ഞ വേറൊരു കാര്യമാണ്, സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചും പഠിക്കണം. കാസ്റ്റ് ഗ്രൂപ്പ്സിനെ കുറിച്ച്, ക്ലാസ് ഗ്രൂപ്പ്സിനെ കുറിച്ച്, എത്നിക് ഗ്രൂപ്പ്സിനെ കുറിച്ചൊക്കെ പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സോഷ്യൽ സ്ട്രക്ചർ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാര്യം സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ഗ്രൂപ്പുകളെല്ലാം വരുന്നുണ്ട്. സോ ഗ്രൂപ്പ്സിനെ കുറിച്ച് പഠിച്ചാലേ സ്ട്രക്ചറിനെ കുറിച്ചും പഠിക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഡയാഡിക് റിലേഷൻഷിപ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളും ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഡയാഡിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്നാണ് പറയുന്നത്. സോ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, ഇതിന്റെ എല്ലാം ബേസിൽ നമുക്ക് സോഷ്യൽ സ്ട്രക്ചറിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹം സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സോഷ്യൽ സ്ട്രക്ചർ എന്തെന്ന് ആദ്യം പറഞ്ഞു. ഇനി പറയുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണെന്നാണ്. ഇദ്ദേഹം പറയുന്നത് വളരെ സിമ്പിൾ ആയ ഡെഫിനേഷനാണ്. ദി അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് 2 or more പേഴ്സൺസ് അഡ്ജസ്റ്റഡ് ടു ഗിവ് എ യൂണിറ്റഡ് കമ്പൈൻഡ് ആക്ടിവിറ്റി. ദി അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് 2 or more പേഴ്സൺസ് അഡ്ജസ്റ്റഡ് ടു ഗിവ് എ കമ്പൈൻഡ് ആക്ടിവിറ്റി. രണ്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ രണ്ട് ആളുകൾ ചേർന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്യുകയാണ്. അങ്ങനെ അതൊരു യൂണിഫൈഡ് ആക്ടിവിറ്റി ആയിട്ട് മാറുന്നു. ഈ സംഭവമാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഈ ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യലാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ ഇദ്ദേഹം ഉദാഹരണം പറയുന്നത് ഒരു ക്രിക്കറ്റ് ടീമോ ഫുട്ബോൾ ടീമോ ആണ്. ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോളി ഉണ്ടായിരിക്കും, ഒരു സെൻട്രൽ ഫോർവേഡ് ഉണ്ടായിരിക്കും, ഒരു മിഡ്ഫീൽഡർ ഉണ്ടായിരിക്കും, ഒരു ഡിഫൻഡർ ഉണ്ടായിരിക്കും.
ഇവർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോൾസ് ചെയ്യാനുണ്ട്, അവരവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കമ്പൈൻഡ് ആയി ചേർന്ന ഒരു സിംഗിൾ യൂണിഫൈഡ് ആക്ടിവിറ്റി ഉണ്ട്. അതാണ് അവരുടെ ടീം വർക്ക് എന്ന് പറയുന്നത്. സോ അത് എന്താണ്, ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയാം. സോ അദ്ദേഹം സ്പോർട്സ് ടീമുകളെ സോഷ്യൽ ഓർഗനൈസേഷന്റെ എക്സാമ്പിൾ ആക്കി നോക്കിക്കണ്ടുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നോക്കാൻ പോകുന്നത്, ഇതിന്റെ ബാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹി ഇല്ലുസ്ട്രേറ്റഡ് ദി കോൺസെപ്റ്റ്സ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ വിത്ത് റെഫറൻസ് ടു മോഡേൺ ആർമി. ഈ സ്ട്രക്ചറിന്റെയും ഓർഗനൈസേഷന്റെയും കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ആർമിയുടെ കാര്യമാണ് എടുത്തത്. ഇപ്പൊ എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പേഴ്സൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ സ്ട്രക്ചറിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, അതിലെ ആളുകളാണെന്ന്. സോ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ആളുകളുടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും പല ഗ്രൂപ്പുകളായിട്ട്. ഇപ്പൊ നമ്മൾ ആർമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർമിക്ക് പല ഡിവിഷൻസ് ഉണ്ടാവും, പല റെജിമെന്റ്സ് ഉണ്ടാവും, പല കമ്പനീസ്, പല ട്രൂപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചറിലെ ആളുകളെ പല ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ദീസ് ഗ്രൂപ്പ്സ് ഹാവ് ആൻ ഇന്റേണൽ അറേഞ്ച്മെന്റ് ഓഫ് ദെയർ ഓൺ. ഈ ഗ്രൂപ്പുകൾക്ക് അതിന്റെ അകത്ത് വേറൊരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഒരു സോഷ്യൽ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെല്ലാം അവരവരുടേതായ പൊസിഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ആർമിയിലെ കാര്യം പറയുകയാണെങ്കിൽ റാങ്കുകൾ എന്ന് പറയാം. ഒരാൾ മേജർ ആവും, ഒരാൾ കേണൽ ആവും, ഒരാൾ ക്യാപ്റ്റൻ ആവും, ഒരാൾ ലെഫ്റ്റനന്റ് ജനറൽ ആവും, കേണൽ ആവും, അങ്ങനെ. സോ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ ഓരോരോ റാങ്കുകൾ ആർമിയിലുണ്ടെന്ന് പറയുന്ന പോലെ ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ ഗ്രൂപ്പിനകത്തെ മെമ്പേഴ്സിന് ഓരോരോ പൊസിഷൻസ് ഉണ്ടായിരിക്കും. ഇതും സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗം തന്നെയാണ്. ഇദ്ദേഹം ആർമി എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ദി ഓർഗനൈസേഷൻ ഓഫ് ആർമി ഓർ അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് can be seen in the allocation of various activities to various persons and groups. ഇപ്പോൾ ആർമിയിലാണെന്നുണ്ടെങ്കിലും ഒരു സോഷ്യൽ സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിലും ഓരോ ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലെ ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ടാസ്കുകൾ, ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ആർമിയിലാണെങ്കിൽ ആർമിയിലെ ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ ടാസ്ക് ഉണ്ടാവും, അതിൽ ഓരോ റാങ്കുള്ള ആൾക്കും ഓരോ ടാസ്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ അകത്തെ സോഷ്യൽ ഗ്രൂപ്പ്സിൽ ഓരോ മെമ്പറിനും അവരവരുടേതായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യാൻ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നോക്കാൻ പോകുന്നത് അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചറിനെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് റാറ്റ്ക്ലിഫ് ബ്രൗണിന്റെ കാര്യമാണ്. ഇനി റാറ്റ്ക്ലിഫ് ബ്രൗൺ അല്ലാതെ ഇതിനു മുമ്പ് കുറച്ച് പേര് സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതിനൊരു സിമ്പിൾ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ദി വേ പാർട്സ് ഓഫ് സംതിങ് ആർ പുട്ട് ടുഗദർ ഓർ എ ബിൽഡിംഗ് മെയ്ഡ് ബൈ നമ്പർ ഓഫ് പാർട്സ്. ഏറ്റവും ആദ്യം നമ്മൾ ഈ പറയുന്ന സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താ, കുറച്ച് പാർട്സ് കൂട്ടി ചേർന്ന ഒരു സംഭവം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്സ് ചേർന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അതൊക്കെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും എല്ലാം അവരുടെ ചില പഠനങ്ങളിൽ എന്താണ് ഈ സ്ട്രക്ചറിനെ കുറിച്ച് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹി സ്പോക്ക് അബൌട്ട് ദി റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദി എക്കണോമിക് സ്ട്രക്ചർ. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രക്ചർ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഇദ്ദേഹമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ മാർക്സും എംഗൽസും ലൂയിസ് ഹെൻറി മോർഗനിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ എന്ന പദത്തെ കടമെടുത്തത്. ഇവരുടെ ഒരു പുസ്തകത്തിനെ കുറിച്ച് നമ്മുടെ യൂണിറ്റിൽ പറയുന്നുണ്ട്. ഈ ബുക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഈ സ്റ്റഡീസ് ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. ഈ ബുക്കിന്റെ പേര് സിസ്റ്റംസ് ഓഫ് കോൺസാൻഗ്യുനിറ്റി ആൻഡ് അഫിനിറ്റി 1871. ദിസ് ബുക്ക് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഫസ്റ്റ് ആന്ത്രോപോളജിക്കൽ സ്റ്റഡി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് ആദ്യത്തെ സ്റ്റഡി വന്നിട്ടുള്ളത് ലൂയിസ് ഹെൻറി മോർഗന്റെ ഈ ബുക്കിലാണെന്ന് പറയുന്നു. അതിനുശേഷം ഹെർബർട്ട് സ്പെൻസറും സ്ട്രക്ചർ എന്ന ടേമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറിനെയും ഫംഗ്ഷനിലെയും സോഷ്യോളജിയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഇദ്ദേഹമാണ്, ഹെർബർട്ട് സ്പെൻസർ ആണ്. ഇതിനുശേഷം എംഎൽ ഡർക്കിം, റാറ്റ്ക്ലിഫ് ബ്രൗൺ, ഇവാൻസ് പ്രിച്ചാർഡ്, ഫോർഡ് ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്ത് സംസാരിച്ചു. ഇപ്പോൾ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റായ ലെവി സ്ട്രോസും സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ വരുന്ന യൂണിറ്റ്സിൽ പറയുന്നതായിരിക്കും. സോ ഓൾ ടുഗദർ പറയുകയാണെന്നുണ്ടെങ്കിൽ റാറ്റ്ക്ലിഫ് ബ്രൗൺ എന്താണ് സ്ട്രക്ചർ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഒരു സൊസൈറ്റിയിലകത്തെ സർട്ടൻ ഇൻഡിവിജ്വൽസ് അവിടുത്തെ റൂൾസ് ആൻഡ് റിലേഷൻസിനനുസരിച്ച് ചില റിലേഷൻഷിപ്സ് ഫോം ചെയ്യുന്നതാണ് സോഷ്യൽ സ്ട്രക്ചർ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിന് പുറമെ മറ്റു പല ആളുകളും, ഇപ്പോൾ മാർക്സ്, എംഗൽസ്, ലൂയിസ് ഹെൻറി മോർഗൻ, ഹെർബർട്ട് സ്പെൻസർ ഇവരൊക്കെയും സ്ട്രക്ചറിനെ കുറിച്ച് അവരവരുടേതായിട്ടുള്ള ചില ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ? An established socially recognized system of norms and behavior patterns concerned with some aspect of social life. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് ചില പ്രത്യേക നോംസും ബിഹേവിയറൽ പാറ്റേൺസും ഉണ്ട്. സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് സൊസൈറ്റിയിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം എന്താണ്? അതെല്ലാം ഒരു സോഷ്യലി അംഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ബിഹേവിയർ എന്താണ്, നോംസ് എന്താണെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇറ്റ് സെറ്റ്സ് അക്സെപ്റ്റബിൾ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ വിച്ച് മെമ്പേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു കൺഫോം.
നമ്മൾ ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നോംസ് സെറ്റ് ചെയ്യുന്ന, നമ്മുടെ ബിഹേവിയർ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഇൻഡിവിജ്വൽസ് എല്ലാവരും, അതായത് നമ്മൾ ഈ ആളുകളെല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുകയും വേണ്ടതുണ്ട്. റാറ്റ്ലിഫ് ബ്രൗൺ opined that institutions define for a person how he is expected to behave and also how he may expect others to behave. റാറ്റ്ലിഫ് ബ്രൗൺ പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണ് ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതും മറ്റുള്ളവർക്ക് തന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നതെന്നാണ്. സോ ആളുകളുടെ ബിഹേവിയറൽ പാറ്റേൺസിനെ തീരുമാനിക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നാണ് റാറ്റ്ലിഫ് ബ്രൗൺ അഭിപ്രായപ്പെട്ടത്. പിന്നെ ഈ ഒരു ബിഹേവിയറിന്, അതായത് ഈ ഒരു പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ എപ്പോഴും പോകുള്ളൂ എന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്ന പോലെ തന്നെയല്ല ആളുകൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഡീവിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതും എന്താണ്, ഓരോ കാലം മാറുന്നതിനനുസരിച്ച് അത്തരം ഡീവിയേഷൻസ് വരുന്നതും സ്വാഭാവികം തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓർ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഹാസ് ടു ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതേപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇനി പറയാൻ പോകുന്നത് സ്ട്രക്ചറൽ കണ്ടിന്യൂറ്റി ആൻഡ് സ്ട്രക്ചറൽ ഫോമിനെ കുറിച്ചാണ്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിളായ നമുക്ക് ജനറലി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: Members of social groups may come and go, but the structure remains. The groups have ever-changing memberships. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അത് എത്രയേ ഉള്ളൂ, ഒരു സൊസൈറ്റിയിൽ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അത് കാസ്റ്റ് ആവാം, ക്ലാസ് ആവാം, എന്തോ ആവാം. ഈ ഗ്രൂപ്പ്സിലുള്ള മെമ്പേഴ്സ് ചിലപ്പോൾ വരും, ചിലപ്പോൾ പോവും. അതായത് ചില ആളുകൾ മരിച്ചു പോവും, ചില ആളുകൾ പിന്നെയും ചില ആളുകൾ പുതുതായിട്ട് ജനിക്കും. അതായത് ജനനങ്ങളും മരണങ്ങളും കാരണം മെമ്പേഴ്സിന് മാറ്റം സംഭവിക്കാം. പക്ഷേ ഈ ഗ്രൂപ്പുകൾ എന്നും നിലനിൽക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാസ്റ്റ് ഗ്രൂപ്പ്സിലുള്ള പല ആളുകളും മരിച്ചു പോകുന്നുണ്ട്, ഒരുപാട് പുതിയ ആളുകൾ ജനിച്ചു വരുന്നുണ്ട്. അതിന്റെ പേരിൽ എന്താണ്, ആ ഗ്രൂപ്പ് ഇല്ലാതെയാവുകയോ ഇതാവുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഗ്രൂപ്പ് എന്നെന്ന് നിലനിൽക്കും, ആളുകൾ വരുവോ പോവുകയോ ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഈ ഗ്രൂപ്പുകളുടെ മെമ്പർഷിപ്പ് ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ലൈക്ക് ഓരോ ആളുകൾ മരിക്കുമ്പോൾ അവർ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവും, പുതിയ ആളുകൾ ജനിക്കുമ്പോൾ ഗ്രൂപ്പിന്റെ ഭാഗമാവും. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു MP അല്ലെങ്കിൽ ഒരു MLA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്, പുള്ളിയുടെ ടേം കഴിഞ്ഞാൽ 5 വർഷമാണെങ്കിൽ 5 വർഷം, 2 വർഷമാണെങ്കിൽ 2 വർഷം, ആ ടേം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ എന്താണ്, MP അല്ലെങ്കിൽ MLA എന്നൊരു സ്ഥാനത്തിന് വല്ല മാറ്റവും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. MP എന്ന പൊസിഷനോട് നിലനിൽക്കുന്നുണ്ട്, MLA എന്ന പൊസിഷനോട് നിലനിൽക്കുന്നുണ്ട്, ആ ഗ്രൂപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ആളുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ട്രക്ചറൽ കണ്ടിന്യൂറ്റി എന്നുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ്സ് വിൽ റിമൈൻ, മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ. ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കും, ആളുകൾ വന്നും പോയി ഇരിക്കും. ഇനി ബ്രൗൺ ആർഗ്യൂസ് ദാറ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആർ ഇൻ ഫ്ലക്സ് ബട്ട് സ്ട്രക്ചറൽ ഫോം ഈസ് സ്റ്റേബിൾ. അതായത് സോഷ്യൽ സ്ട്രക്ചർ എല്ലാം ഒരു ഫ്ലക്സിലാണ്, അതായത് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. സോഷ്യൽ സ്ട്രക്ചറിലെ ആളുകൾ വരുന്നും പോയി ഇരിക്കുകയാണ്. ദ മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ. പക്ഷെ എന്താണ്, ആ ഒരു ഫോം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതായത് ആ ഒരു ഗ്രൂപ്പുകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈ ഒരു നിലനിൽക്കൽ, അതായത് ഈ ഒരു സ്റ്റെബിലിറ്റി, ഒരു ഗ്രൂപ്പിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇന്റഗ്രേറ്റഡ് ഇറ്റ്സ് പാർട്സ് ആർ ആൻഡ് ദി പെർഫോമൻസ് ഓഫ് ടാസ്ക് ഫോർ മെയിൻറ്റെയിനിങ് ദം. ഒരു സോഷ്യൽ സ്ട്രക്ചർ സ്റ്റേബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെ ഓരോ പാർട്ടും തമ്മിൽ സ്ട്രോങ് ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ പാർട്സ് ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് ആ രാജ്യത്തെ ഡെമോക്രസി അല്ലെങ്കിൽ അവിടുത്തെ റിപ്പബ്ലിക് സ്ട്രക്ചർ അങ്ങനെയും ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. അവിടെ പുതിയൊരാൾ ഭരണത്തിൽ വരുന്നു, അയാൾ ഇലക്ഷൻ വഴിയോ മറ്റ് ഇത് വഴിയോ പുതിയൊരാൾ ഭരണത്തിൽ വരികയും അങ്ങനെ ആ ഒരു സിസ്റ്റം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവാണ് ഫസ്റ്റ് പ്രധാനമന്ത്രി ആയത്. ആദ്യത്തെ 3 തവണയും പുള്ളി പ്രധാനമന്ത്രിയായി. പുള്ളി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോയപ്പോൾ ആളുകൾ, അതായത് ലോകരാഷ്ട്രങ്ങൾ ഒരുപാട് പേടിച്ചു. അതായത് ഇന്ത്യയിൽ പട്ടാള ഭരണം വരുമോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത്രയും കാലം നടന്ന ഡെമോക്രസി മുഴുവൻ നശിച്ചു പോകുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. ഇനിയിപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു പോയപ്പോഴും ആളുകൾക്ക് ഇതേ പേടി ഉണ്ടായിരുന്നു, ഡെമോക്രസി നശിച്ചു പോവുമോ? ഇല്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. ഇവരെല്ലാം അതിനുശേഷം, ഇവരെല്ലാം അധികാരത്തിൽ പ്രധാനമന്ത്രി ആയത് പാർട്ടി തീരുമാനിച്ചാണെങ്കിലും ശേഷം ഇലക്ഷൻ വഴി ഡെമോക്രാറ്റിക്കലി അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ സമയം ഇന്ത്യയുടെ കൂടെ തന്നെ ഫ്രീഡം കിട്ടിയ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അവിടെ ഒരു ലീഡർ മരിച്ചു പോകുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ടായിട്ടുണ്ട്. ഡെമോക്രസി പലപ്പോഴും താറുമാറായിട്ടുണ്ട്, പട്ടാളം കയറി ഭരിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്.
സോ സ്ട്രക്ചറിൽ സ്റ്റെബിലിറ്റി വേണം എന്നാണെങ്കിൽ അതിലെ ഓരോ പാർട്സും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇപ്പോൾ ഇന്ത്യൻ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒരു ദിവസം മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെമോക്രസി നശിച്ചു പോകാൻ പോകുന്നില്ല. കാര്യം എന്താണ്? നമ്മുടെ ഡെമോക്രാറ്റിക് സ്ട്രക്ചറിന്റെ ഓരോ ഭാഗവും അത്രയും സ്ട്രോങ് ആണ്. അവരവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും പറഞ്ഞു വന്നത് ഈ ഒറ്റ പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു സോഷ്യൽ സ്ട്രക്ചർ നേരാവണ്ണം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിലെ ഓരോ പാർട്സും അവരവരുടെ റോള്, അവരവരുടെ ഡ്യൂട്ടീസ്, അവരവരുടെ ഫങ്ഷൻസ് വ്യക്തമായിട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട്. റാഡ്ക്ലിഫ് ബ്രൗൺ പിന്നെ പല സ്റ്റഡീസും നടത്തിയെന്ന് പറഞ്ഞു. എവിടെ? ആൻഡമാൻ ഐലൻഡ്സിലെ, ആഫ്രിക്കയിലെ, ഓസ്ട്രേലിയയിലും ഒക്കെ. ഈ സ്റ്റഡീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. അതേപോലെ തന്നെ എങ്ങനെയാണ് അവിടെ സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസിനെ കുറിച്ച് ഒന്നും കൂടി നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. സോ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ സ്റ്റഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു അദ്ദേഹം എവിടെയൊക്കെ ഉണ്ട്? ആൻഡമാൻ ഐലൻഡ്സില്, ആഫ്രിക്കയില്, അതേപോലെ വെസ്റ്റേൺ ഓസ്ട്രേലിയ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇതിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ കേസ് മാത്രമാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ട്രൈബൽ സൊസൈറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ ഒരുപാട് ടെറിട്ടറികളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ടെറിട്ടറിയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് മെയിൽ ബിലോങ് ടു ദീസ് ഡിസ്റ്റിങ് ടെറിട്ടറീസ് ഫ്രം ബർത്ത് ടു ഡെത്ത്. ഈ ടെറിട്ടറിയിൽ ഒരാൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ജന്മം മുതൽ മരണം വരെ ആ ടെറിട്ടറിയുടെ ഭാഗമാണ് അയാൾക്ക് എന്താണ്? അവിടുത്തെ ഐഡന്റിറ്റി ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അയാൾ ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അവിടുത്തെ ഐഡന്റിറ്റി കിട്ടിക്കഴിഞ്ഞു. ക്ലാൻസ് വേർ ഫോംഡ് ബൈ മെൻ. ഈ പുരുഷന്മാരെല്ലാവരും ചേർന്ന് ചില ക്ലാൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ക്ലാനിലുള്ള പുരുഷന്മാർക്ക് പെൺകുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ അച്ഛൻ്റെ ക്ലാൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതേപോലെ തന്നെ ക്ലാൻ എക്സോഗാമിയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ക്ലാൻ എക്സോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കിൻഷിപ്പിലൊക്കെ പറഞ്ഞതാണ്, കല്യാണം കഴിക്കുകയാണെങ്കിൽ ക്ലാനിന് പുറത്തുനിന്ന് മാത്രം കല്യാണം കഴിക്കുക. സോ അങ്ങനത്തെ ക്ലാൻ എക്സോഗമി എക്സിസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ഹോർഡുകൾ ഉണ്ടായിരുന്നു. HORDE, ഹോർഡ്. ഈ ഹോർഡ് എന്ന് പറയുന്നത് ഒരു 50 പേരൊക്കെ മാക്സിമം വരുന്ന ചെറിയ ചില ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾ എന്താണ്? എക്കണോമിക്കലി, പൊളിറ്റിക്കലി സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. അത് ഫോം ചെയ്യുന്നത് ചില പുരുഷന്മാർ ചേർന്നാണ്. അവരുടെ ഭാര്യമാര്, അവരുടെ മക്കള്, ഇതൊക്കെ ചേർന്ന് എന്തായി മാറും? ഒരു ഹോർഡായി മാറും. ഒരു ഹോർഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഈ ഹോർഡുകളെ പിന്നെയും ന്യൂക്ലിയർ ഫാമിലീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലിയിൽ ഒരു മെയിൽ മെമ്പർ ഉണ്ടായിരിക്കും. അയാളായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. സോ ഇവിടെ എന്താണ്? ഈ മെയിൽ മെമ്പർ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ മറ്റു പല മാറ്റങ്ങളും ഉണ്ടാവും. സോ ഫാമിലി എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ക്ലാൻ എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് ആണ്. ഈ 50 പേരുള്ള ഒരു ഹോർഡിന്റെ അകത്ത് ആളുകൾ വന്നും പോയും ഇരിക്കും. ഇപ്പോൾ ഒരു ഹോർഡിലുള്ള ഒരാൾ കല്യാണം കഴിച്ചു, അപ്പൊ എന്തായി? അയാളും കൂടി ഹോർഡിന്റെ, ആ പെൺകുട്ടി കൂടി, ആ ഒരു സ്ത്രീ കൂടി ഹോർഡിന്റെ ഭാഗമായി മാറുകയാണ്. അവർക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയും ഹോർഡിന്റെ ഭാഗമായി മാറുകയാണ്. അതിൽ ഒരാൾ മരിച്ചുപോയി, അപ്പോൾ ഹോർഡിൽ നിന്ന് ഒരാൾ പോവുകയാണ്. അങ്ങനെ ഹോർഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിലോട്ട് ആളുകൾ വന്നും പോയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇതിനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ട്രൈബ്സിനെ കുറിച്ച് ഇദ്ദേഹം പഠനങ്ങൾ നടത്തിയപ്പോൾ അവിടെ ഒരുപാട് ടെറിട്ടറികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പുരുഷന്മാരെല്ലാവരും ജന്മനാ തന്നെ ഈ ടെറിട്ടറിയുടെ ഭാഗമാവുന്നുണ്ട്. ഈ പുരുഷന്മാർ ചേർന്ന് ക്ലാൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവർക്കുണ്ടാവുന്ന പെൺകുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവരുടെ അച്ഛൻ്റെ ക്ലാൻ്റെ ഭാഗമാവുന്നു. ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത് ക്ലാൻ എക്സോഗമിയാണ് കല്യാണത്തിന്റെ കാര്യത്തിൽ. കല്യാണം കഴിച്ചിരുന്നത് ക്ലാനിന് പുറത്തുള്ള ആളുകളെയാണ്. ഈ ഓസ്ട്രേലിയൻ സൊസൈറ്റിയിൽ തന്നെ HORDE ഹോർഡുകൾ ഉണ്ടായിരുന്നു. ഹോർഡ് എന്ന് പറയുന്നത് 50 പേരിൽ കുറയാത്ത, അല്ലെങ്കിൽ 50 പേര് വരെ മാക്സിമം വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പാണ്. അത് പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. അതിൽ പുരുഷന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ചേരുന്നതാണ്. എല്ലാ ഫാമിലിയിലും അത് ഹോർഡുകളെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചില ഫാമിലീസ് ഉണ്ട്. ആ ഫാമിലീസിൻ്റെ എല്ലാം ഹെഡ് പലപ്പോഴും ആരായിരുന്നു? പുരുഷനായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന കോൺസെപ്റ്റാണ് ഫാമിലി ടെമ്പററി ആണ്, ക്ലാൻ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ഈ ഹോർഡ്സിലെ മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ, അവർ എക്സിറ്റ് ചെയ്തും എൻ്റർ ചെയ്തും മാറിയിരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് ട്രൈബിനെ കുറിച്ചാണ്. എന്താണ് ട്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാൻസ് വിത്ത് സിമിലർ കസ്റ്റംസ് ആൻഡ് ലാംഗ്വേജ് ഫോംഡ് എ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി. ഒരേ ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലത്തെ കസ്റ്റംസ് ഉള്ള ക്ലാൻസ് എല്ലാം ചേർന്ന് ഒരു ട്രൈബായിട്ട് മാറും. ഇപ്പം ചില കേസുകളിൽ ഈ ട്രൈബ്സ് തമ്മിൽ ഒരു പൊളിറ്റിക്കലി യുണൈറ്റ്നെസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർ പൊളിറ്റിക്കലി ഐക്യപ്പെട്ടിരിക്കുന്നവരാവണമെന്നില്ല. അവർ ഒരുമിച്ച് ചേർന്ന് കളക്റ്റീവ് ആക്ഷൻസ് നടത്തണമെന്നില്ല. പക്ഷേ ഈ ക്ലാനുകളെയും ഹോർഡുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കിൻഷിപ്പ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുണ്ട്? ക്ലാൻ എക്സോഗമി ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാനും വേറൊരു ക്ലാനും തമ്മിൽ എന്താണ്? പൊളിറ്റിക്കൽ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ എന്തായി? അവിടെ ഒരു ബന്ധം ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ വലിയ സോഷ്യൽ റിലേഷൻഷിപ്സിന് ഈ മാരേജ് കാരണമായിരുന്നു.
ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ ഈ ഒരു ഗ്രൂപ്പിലെ ട്രൈബ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ. ഇനി മൊയ്റ്റി എന്താണെന്നും കിൻഷിപ്പിന്റെ ലെസണിൽ ഡിസ്കസ് ചെയ്തതാണ്. ലൈക്ക് കിൻഷിപ്പ് എന്ന പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. മൊയ്റ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ ഓരോ ഗ്രൂപ്പും നമുക്ക് ഓരോ മൊയ്റ്റിയാണ് എന്ന് പറയാൻ കഴിയും. ഒരു വലിയ ഗ്രൂപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലെ ഓരോ ഗ്രൂപ്പും ഓരോ മൊയ്റ്റിയാണ്. ദി ടു ബ്രോഡ് ഡിവിഷൻസ് ഇൻ ടു വിച്ച് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഈച്ച് ക്ലാൻ ബിലോങ്സ് ടു എദർ വൺ ഓഫ് ദം. സോ ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ 2 മൊയ്റ്റികൾ ഉണ്ടായിരിക്കും. ഈ ഓരോ മൊയ്റ്റിയിലും ഒരുപാട് ക്ലാൻസും ഉണ്ടായിരിക്കും. ബനാക്ക, ബുറോങ്, കരിമേറ, പൾജേറി എന്നൊക്കെ പറയുന്നതെല്ലാം ഓസ്ട്രേലിയയിലുള്ള ചില എന്തുകളാണ് മൊയ്റ്റീസിന്റെ ഇത്തരം കമ്മ്യൂണിറ്റീസിന്റെ ഉദാഹരണങ്ങളാണ്. എ മാൻ മസ്റ്റ് ഫൈൻഡ് എ വൈഫ് ഫ്രം ഓപ്പോസിറ്റ് മൊയ്റ്റി ഇൻ സെയിം ജനറേഷൻ. ഇപ്പോൾ നമ്മൾ മൊയ്റ്റി എന്താണെന്ന് ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എത്ര പേരുണ്ടോ, എത്ര ഗ്രൂപ്പ്സ് ഉണ്ടോ ഇരിക്കട്ടെ, അതിനെ ഏറ്റവും വലുതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്ന 2 ഗ്രൂപ്പുകളാണെങ്കിൽ അതിൽ ഓരോ ഗ്രൂപ്പാണ് മൊയ്റ്റി എന്ന് പറയുന്നത്. ആ മൊയ്റ്റിക്കകത്ത് ഒരുപാട് ക്ലാൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരിക്കും. ഒരാൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മൊയ്റ്റി എന്ന് പാടില്ല, വേറൊരു മൊയ്റ്റി എന്നേ പാടൂ എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കരൈമേര ട്രൈബിലെ കേസ് പറയുകയാണെങ്കിൽ ഒരു ബനാക്ക പുരുഷന് ഒരു ബുറോങ് സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ. ഇതൊക്കെ അവിടുത്തെ ചില ഗ്രൂപ്പ്സിന്റെ പേരുകളാണ്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നത് ടോട്ടമിക് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. എന്താണ് ടോട്ടം? ടോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതും സോഷ്യൽ സ്ട്രക്ചറിന്റെ വേറൊരു ബേസിസ് ആണ്. ഇറ്റ്സ് ആൻ ഒബ്ജക്ട് സെർവിങ് ആസ് ദി എംബ്ലം ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയുടെയോ ഒരു ക്ലാനിൻ്റെയോ ഒരു എംബ്ലം അല്ലെങ്കിൽ ഒരു സിമ്പിൾ എന്ന് പറയുന്നതാണ് ടോട്ടം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഒരു മരം ആവാം, അല്ലെങ്കിൽ ഒരു പക്ഷിയോ ഒരു മൃഗമോ, അല്ലെങ്കിൽ അവർ ചുമ്മാ വരച്ചുണ്ടാക്കി വെച്ച എന്തെങ്കിലും സംഭവം ആവാം. അതാണ് അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ അവരുടെ പൂർവികൻ ആരെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും അവർ ആ ടോട്ടം യൂസ് ചെയ്യുന്നത്. ഓരോ ക്ലാനിനും അതായത് ടോട്ടംസ് ഉണ്ടായിരിക്കും. അതായത് മിത്തുകളും അതായത് ഫാന്റസികളും റിയാലിറ്റികളും മറ്റ് കസ്റ്റംസും കാര്യങ്ങളും എല്ലാം അതായത് ടോട്ടംസിനും ഉണ്ടായിരിക്കും, ഓരോ ക്ലാനിനും ഉണ്ടായിരിക്കും. ടോട്ടമിക് ഒബ്ജക്റ്റ് ഈസ് റിഗാർഡഡ് ആസ് ദി കോമൺ ആൻസിസ്റ്റർ ഓഫ് ക്ലാൻ മെമ്പേഴ്സ്. ഈ ക്ലാൻ മെമ്പേഴ്സിന്റെ കോമൺ ആൻസിസ്റ്റർ ആര് എന്ന ചോദ്യത്തിന് അവർ പലപ്പോഴും അവരുടെ ടോട്ടമിക് ഒബ്ജക്റ്റിനാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു ക്ലാനിന്റെ ടോട്ടമിക് ഒബ്ജക്റ്റിലുള്ള സംഭവം ഒരു മയിലാണെന്ന് വിചാരിക്കുക. മയിലാണ് ഒരു ചിത്രം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ആ മയിലാണ് ഞങ്ങളുടെ പൂർവികൻ, അതിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ടായത് എന്നായിരിക്കും. ദീസ് സെറിമണീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ക്ലാനിൽ വരുന്നവർക്കും അവരുടേതായിട്ടുള്ള പല സെറിമണീസും റൈറ്റ്സും റിച്വൽസും ഉണ്ട്. ഈ റിച്വൽസും കാര്യങ്ങളെല്ലാം ചേരുമ്പോൾ ആളുകളുടെ ഗ്യാതറിങ്സ് ഉണ്ടാവുകയും ഇതിന്റെ ഭാഗമായി അവിടെ കോപ്പറേഷൻ, പൊളിറ്റിക്കൽ യൂണിറ്റി, മ്യൂച്വൽ ട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. സോ നമ്മൾ ഈ യൂണിറ്റിനെ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ആന്ത്രോപോളജിയിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. ബ്രോണിസ്ലോ മെലനോസ്കി ഫീൽഡ് സ്റ്റഡീസ് നടത്തുകയും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഒരുപാട് പേര് അത് പിന്തുടർന്ന് വന്നിട്ടുണ്ട്. റാഡ്ക്ലിഫ് ബ്രോഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ആന്ത്രോപോളജി സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയും WHR റിവേഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം ഫീൽഡ് സ്റ്റഡീസിൽ ഇറങ്ങുകയും ചെയ്തു. അതിനുശേഷം ML ഡർഖീമിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയി അദ്ദേഹം എന്തായി, ഒരു സോഷ്യോളജിസ്റ്റ് എന്ന രീതിയിലേക്ക് വളർന്നു. അദ്ദേഹം സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളും തിയറികളും യൂസ് ചെയ്തുകൊണ്ട് എത്നോഗ്രാഫിക് ഡാറ്റയെ, അതായത് ഫീൽഡ് സ്റ്റഡി നടത്തി കിട്ടിയിട്ടുള്ള ഡാറ്റയെ വിശകലനം ചെയ്യാൻ തുടങ്ങി. പിന്നെ പുള്ളി സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഇതിന് അദ്ദേഹത്തിന്റെ ചില എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യമാണ് ഒരു സ്ട്രക്ചറൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിയിലുള്ള ഗ്രൂപ്പുകൾ എന്നും നിലനിൽക്കും. ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ചിലപ്പോൾ മരിച്ചു പോയേക്കാം, ഗ്രൂപ്പിലെ മെമ്പേഴ്സ് വന്നും പോയും ഇരിക്കും. പക്ഷെ എന്താണ്, ഈ ഗ്രൂപ്പുകൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, കാലാകാലങ്ങളോളം നിലനിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഓസ്ട്രേലിയയിലെ സ്റ്റഡീസ് നടത്തിയത്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ട്രൈബ്സിന്റെ സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താണ്, അവിടെ ഒരുപാട് ടെറിട്ടറീസ് ഉണ്ട്. പുരുഷന്മാരാണ് പ്രധാനമായിട്ടും ഹെഡായിട്ട് വരുന്നത്. ഈ പുരുഷന്മാരെ ചേർന്ന് ക്ലാൻസ് ഫോം ചെയ്യുന്നു, ഹോഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ അവരുടെ ഇടയിൽ ക്ലാൻ എക്സോഗാമി വരുന്നുണ്ട്. അവരുടെ ഇടയിൽ മൊയ്റ്റികളുണ്ട്, അതായത് എൻറ്റയർ ട്രൈബിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് ഓരോ മൊയ്റ്റികളുണ്ട്. ഈ മൊയ്റ്റികളുടെ ഇടയിലും ചില മാരേജ് പ്രാക്ടീസസ് ഉണ്ട്. അവർക്ക് അവരുടേതായുള്ള ടോട്ടം ഉണ്ട്, അതായത് അവരുടെ ആൻസിസ്റ്റർ ആരാണെന്ന് തീരുമാനിക്കുന്ന ഒരു ഫാമിലി എംബ്ലം, ക്ലാൻ എംബ്ലം ആയിട്ടുള്ള ടോട്ടം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് റാഡ്ക്ലിഫ് ബ്രൗൺ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് മൊത്തത്തിൽ, അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തെ കുറിച്ച് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.